പിഞ്ചോമനയുടെ മരണത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. തിരുവനന്തപുരത്തേക്കാണ്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ 1 വയസ്സുള്ള കുഞ്ഞ് കുഴഞ്ഞു വീണ് മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളുടെ മൊഴികളിൽ ദുരൂഹത ആവർത്തിച്ച് പോലീസ്. ചോദ്യം ചെയ്യലിൽ ആസൂത്രിതവും പരസ്പരം സംരക്ഷിച്ചുമുള്ള മറുപടികളാണ് ദമ്പതികൾ നൽകുന്നത്. 4 മണിക്കൂറോളമാണ് ഷിജിൻ കൃഷ്ണപ്രിയ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്തത്. സംഭവത്തിന് ചുരുളഴിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ് പോലീസ്. നെയ്യാറ്റിൻകര കവളാകുളം സ്വദേശികളായ ഷിജിന്റെയും കൃഷ്ണപ്രിയയുടെയും മകനായ ഇഹാനാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുഴഞ്ഞു വീണ് മരിച്ചത്. ഷിജിൻ വാങ്ങിക്കൊണ്ടുവന്ന ബിസ്ക്കറ്റ് കൃഷ്ണപ്രിയ കുട്ടിക്ക് നൽകിയിരുന്നു. ഇത് കഴിച്ച് അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞ് കുഴഞ്ഞു വീണുവെന്നാണ് മാതാപിതാക്കൾ ആദ്യഘട്ടത്തിൽ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ കയ്യിലുണ്ടായ പൊട്ടലാണ് കേസന്വേഷണത്തിൽ നിർണായകമായത്. കുഞ്ഞിന്റെ കയ്യിലെ പൊട്ടൽ ഒരാഴ്ച മുൻപ് സംഭവിച്ച പരിക്കെന്നായിരുന്നു മാതാപിതാക്കൾ പറഞ്ഞിരുന്നത്. എന്നാൽ 3 ആഴ്ച മുൻപാണ് പൊട്ടലുണ്ടായതെന്ന് ഡോക്ടർ മൊഴി നൽകി. തുടർന്നാണ് മാതാപിതാക്കളെ പോലീസ് വീണ്ടും ചോദ്യം ചെയ്തത്. 3 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിലും നേരത്തെ തയ്യാറാക്കി വെച്ച മൊഴിയാണ് നൽകിയത് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇരുവരും പരസ്പരം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായും പോലീസിന് സംശയമുണ്ട്. അടിവയറ്റിൽ മരണകാരണമായേക്കാവുന്ന ആന്തരിക രക്തസ്രാവം ഉണ്ടായതായുള്ള കണ്ടെത്തലും നിർണായകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.